വളരെ ഗൗരവത്തിലാണ് അല്ലാഹു തആല വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. സലാസത്തുൻ ഹബീബായ നബി തങ്ങൾ പറയുമായിരുന്നു, സലാസത്തുൻ ഹറമല്ലാഹു അലൈഹിമുൽ ജന്നഹ്, 3 വിഭാഗം ആളുകൾക്ക് അല്ലാഹുവിന്റെ സ്വർഗ്ഗം ഹറാമാണെന്ന് റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ സ്വർഗ്ഗം ഹറാമാണ്, സ്വർഗ്ഗം അവർക്കുണ്ടാവൂല. മുദ്മിനുൽ ഖംർ, മദ്യപാനിയായ ആൾ. മുദ്മിനുൽ ഖംർ, അയാൾ എന്നും മദ്യപിക്കും, എന്നും കള്ളു കുടിക്കുന്ന ആൾ, മദ്യപാനം നിർത്തിയിട്ടില്ല. മുദ്മിനുൽ ഖംർ. വൽ ആഖുലി വാലിദൈഹി, രണ്ടാമത്തെ ആൾ വൽ ആഖുലി വാലിദൈഹി, മാതാപിതാക്കളോട് പിണങ്ങിക്കഴിയുന്ന മക്കൾ. സുബ്ഹാനല്ലാഹ്. പാപ്പയോട് മിണ്ടൂല, ഉമ്മയോട് മിണ്ടൂല. എന്തെങ്കിലും ഒരു പ്രക്കം, എന്തെങ്കിലും ഒരു സ്വത്ത് തർക്കം, അതാണല്ലോ വലിയ വിഷയം. അതാണ് 1/2 സെന്റ് ഭൂമി കിട്ടിയ പിന്നെ ദുന്യാവ് മരിക്കോളവൻ ആയുസ് കിട്ടിയതെന്ന വിചാരം. അതിന്റെ പേരിൽ പിണക്കം, അതിന്റെ പേരിൽ അനാവശ്യമായ ഇടപെടലുകൾ, അതിന്റെ പേരിൽ ചീത്തപറച്ചിൽ. സ്വന്തം ഉമ്മയും അപ്പയും. വൽ ആഖുലി വാലിദൈ, ജീവിച്ചിരിക്കുന്ന മനുഷ്യന്റെ സ്വത്തിന്റെ ക്രയവിക്രയം ആ മനുഷ്യന്റെ ഹക്കല്ലേ. മരിച്ചു പോകുമ്പോഴാണ് വസിയത്ത് 3-1 ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത ഒരു മനുഷ്യന്റെ മുഴുവൻ സ്വത്തും ഒരാൾ സ്വതക്ക ചെയ്തെന്ന് വിചാരിക്കുക, ആർക്കൊന്നും പറയാൻ പറ്റില്ല. ഉമ്മ വാപ്പയോടൊന്നും അതിന് ചൊടിക്കാൻ പറ്റൂല. അങ്ങനല്ല കാസർഗോഡ് ഭാഷയിലൊക്കെ പറയാം, ചൊടിക്കാൻ പറ്റൂലായിരുന്നു. സുബ്ഹാനല്ലാഹ്. ഉമ്മ വാപ്പ അങ്ങനെ ചെയ്യരുത് എന്നാ. ഉമ്മയും വാപ്പയും മക്കളോട് വേർതിരിവ് കാണിക്കരുത് എന്നാ. ഇനി ഒരു ഉമ്മ അങ്ങനെ ചെയ്താൽ അത് ജായിസല്ലേ? ജായിസാണ്. ഒരു മകന്, എന്റെ സ്വത്തൊക്കെ ഒരു മകന് കൊടുത്തു എന്നാണ് ഉമ്മണ് പറയാണ്. ജീവിതകാലത്ത് പറഞ്ഞു, സക്കറാത്തിൽ മൗത്തിൽ പറഞ്ഞ വാക്കല്ല, ജീവിതകാലത്ത് തന്നെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ അത് ജായിസാണ്, ഉമ്മാക്കത് ചെയ്യാം, അത് മകന് കിട്ടും ചെയ്യും. പക്ഷെ മകൻ പറയണം, ഉമ്മ അത് വേണോ, അനുജനുല്ലേ പെങ്ങളുല്ലേ, ഒൽക്കൊക്കെ കൊടുത്തുകൂടെ. ഒരു കുട്ടിയെ ചുംബിച്ച് മറ്റേ കുട്ടിയെ ചുംബിക്കാതിരിക്കരുത് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കുട്ടികളോട് കാണിക്കുന്ന ദുൽമാണ്. അവിടെ നിന്ന് മനസ്സിലാക്കണം പിന്നെ ബാക്കിയുള്ള വിഷയമൊക്കെ. ഒരു കുഞ്ഞിന് ഉമ്മ കൊടുത്തിട്ട് മറ്റേ കുഞ്ഞിനെ ഉമ്മ കൊടുക്കാതിരിക്കരുത്. രണ്ടും നിങ്ങളുടെ മക്കൾ തന്നെയാണ്. അവരോരോരുത്തർക്കും നിങ്ങളിൽ നിന്ന് സ്നേഹം കിട്ടേണ്ട ഹക്കുണ്ട്. അത് നിങ്ങൾ ചെയ്യണം. നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ആ വിഷയം മോശമാണ്, പക്ഷെ അത് ഹലാലാണ്. വൽ ആഖുലി വാലിദൈ, മാതാപിതാക്കളോട് പിണങ്ങിക്കഴിയുന്നവർക്ക് അല്ലാഹു തആല സ്വർഗ്ഗം ഹറാമാക്കി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ വിഷയം അതാണ്. സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഇടയിൽ ഒരു വാൾ ഉണ്ട്, അൽ അറാഫ് അല്ലേ? സൂറത്തുൽ അറാഫിൽ അല്ലാഹു വഅലൽ അറാഫി റിജാലുൻ, സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഇടയിൽ ഒരു വലിയ മതിലാണ്. ലാ ഇലൽ ജന്നഹ വലാ ഇലൻ നാർ, അവര് നരകത്തിന്റെ എൻജോയ്മെന്റ്സ് അവർക്ക് കിട്ടുന്നില്ല. വലാ ഇലൻ നാർ, നരകത്തിന്റെ ടോർമെന്റ്സ്, നരകത്തിന്റെ ശിക്ഷയും അവർക്കില്ല. രണ്ടിന്റെ ഇടയിലാണ്. അവർ ചോദിക്കും സ്വർഗവാസികളോട്, നിങ്ങൾ കുറച്ച് വെള്ളം കണ്ട് തരുമോ, ഒരു കുപ്പി വെള്ളം തരുമോ? ഇന്നല്ലാഹ ഹറമഹുമാ അലൈക്കും, അല്ലാഹു അത് നിങ്ങൾക്ക് ഹറാമാക്കിയിട്ടുണ്ടല്ലോ, തരാൻ പറ്റൂല എന്ന് പറയും. വെള്ളം കിട്ടൂല. നരകത്തിന്റെ ചൂടിങ്ങനെ കാണുന്നുണ്ട്, അറിയോ, അടുത്തെത്തുന്നുണ്ട്, പക്ഷേ നരകത്തിലല്ല അവർ. സ്വർഗങ്ങനെ കാണുന്നുണ്ട്, പക്ഷേ അവർ സ്വർഗത്തിലുമല്ല. അങ്ങനെ ആകുന്ന വിഭാഗത്തിൽ ഒന്ന് ആരാണെന്നോ? അശ്ശഹീദ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം ചെയ്ത ഒരാൾ. പക്ഷേ യുദ്ധത്തിന് പോകുന്ന സമയം വാപ്പാക്കും ഉമ്മാക്കും ഇതേ ഒരു മകൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ആ മകൻ പോകുന്ന നേരം ഉമ്മയോട് വാപ്പയോട് സമ്മതം ചോദിച്ചിട്ടില്ല. സമ്മതം ചോദിച്ചിരുന്നുവെങ്കിൽ മോന് പോകല്ലേ എന്ന ഉമ്മയും വാപ്പയും പറയുമായിരുന്നു. അങ്ങനത്തെ ഒരവസ്ഥയിൽ മാതാപിതാക്കളുടെ സമ്മതം കിട്ടാതെ യുദ്ധത്തിന് പോയി മരിച്ച ഷഹീദ് സ്വർഗത്തിലല്ല അറാഫിലാണെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പടച്ചോനെ, എന്താണ് ഈ പറയുന്നത്? നമ്മൾ എത്ര വലിയ നിസ്കാരക്കാരും നോമ്പുകാരും തഖ്വന്റെ ആളുകളൊക്കെ ആണെങ്കിലും ഉമ്മയും വാപ്പയും ദോനോ ഖുദാ കി റഹ്മത്ത്, സച്ച് പൂച്ചിയേ തോ യേ ഹേ ദോനോ ഖുദാ കി റഹ്മത്ത്. ഈ കാരുണ്യത്തെ അവരെ വെറുപ്പിച്ചുകൊണ്ട് അല്ലാഹുക്ക് സ്വർഗം തരാൻ കഴിയില്ല. വൽ ആഖുലി വാലിദൈ, രണ്ടാമത്തെ വിഷയം അതാണ്. മൂന്നാമത്തേത് വദ്ദയ്യൂസുല്ലദീ യുഖിറു ഫീ അഹ്ലിഹിൽ ഖബത, അഭിമാനബോധം വേണം.
അസ്മാ ബീവി റളിയല്ലാഹു തആല അൻഹ, അസ്മാ ബീവി ഒരു കാരക്കക്കൊട്ടയും വഹിച്ച് ജുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയായിരുന്ന സമയത്ത് ഒരു കാരക്കക്കൊട്ടയുമായി ഇങ്ങനെ പോകുമ്പോ അള്ളാഹുവിന്റെ റസൂലും അസ്ഹാബും ഇങ്ങനെ പോകുന്നുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ സഹോദരിയാണ്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്ത് അബൂബക്കർ സിദ്ദീഖ് എന്നവരുടെ മകളാണ്, പൊന്നാര മകളാണ്. അസ്മാ ബീവിയോട് അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, അസ്മാ, എന്റെ ഈ ഒട്ടകത്തിന്റെ പുറത്തങ്ങേക്ക് കയറണമോ എന്ന് ചോദിച്ചു. ഇപ്പൊ പറഞ്ഞു, നബിയെ, എനിക്ക് കയറിയാൽ കയറാൻ ആഗ്രഹമുണ്ട്, ഞാൻ ക്ഷീണിച്ചു പോവാൻ, എന്റെ ഈ ഭാരം ചുമന്ന് നടക്കാൻ എന്നെ കൊണ്ട് വയ്യ. പക്ഷേ അങ്ങ് ഒറ്റക്കാണെങ്കിൽ നബി അങ്ങയുടെ കൂടെ ഞാൻ വരും, പക്ഷെ അങ്ങയുടെ കൂടെ അസ്ഹാബും കൂടെ ഉണ്ടല്ലോ. എന്റെ ഭർത്താവ് സുബൈർ റളിയല്ലാഹു അൻഹു ഭയങ്കര ഗീറത്തുള്ള ആളാണ്, അഭിമാനബോധമുള്ള ആളാണ്. അദ്ദേഹത്തിന് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ. മതി അസ്മാ, എനിക്കത് ഇഷ്ടപ്പെട്ടു അസ്മാ, നിങ്ങൾ നടന്നോളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹ്, ഗീറത്ത്, അഭിമാനബോധം വേണമെന്നാണ്. ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി തങ്ങളും അസ്ഹാബും ഹജ്ജത്തുൽ വിദായിലേക്ക് പോവുകയാണ്. അങ്ങനെ ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചെറുപ്പക്കാരനാണ്, മീശയൊക്കെ മുളച്ചു വരുന്ന കാലമാണെന്ന് ഹദീസിൽ പറയാ. അങ്ങനെ നോക്കുമ്പോൾ ഹജ്ജിന് പോകുന്ന കൂട്ടത്തിൽ പെണ്ണുങ്ങളുണ്ട്, ചെറുപ്പക്കാരികളുണ്ട്. അപ്പോ ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അറിയാതെ ഇങ്ങനെ തലങ്ങനെ പരിസരത്തേക്കൊക്കെ ഇങ്ങനെ നബി തങ്ങൾ ഇങ്ങനെ മുഖം ഇങ്ങനെ നിർത്തി കൊടുക്കും. പിന്നെ പോകും നബി തങ്ങളാണ് മുമ്പിൽ, പിറകിൽ ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വളരെ ചെറുപ്രായമാണ്. നബി തങ്ങൾ തലങ്ങ് തിരിച്ചു കൊടുക്കുന്ന, എന്നിട്ട് പറഞ്ഞു, യാ ഫദ്ൽ ഇന്നൽ ഗീറത മിനൽ ഈമാൻ വ ഇന്നൽ മിദാഅ മിനൽ നിഫാഖ്. ഇന്നൽ ഗീറത മിനൽ ഈമാൻ, ഗീറത്ത് ഈമാനിന്റെ അഭിമാനബോധം തോന്നുക, ഹറാം ചെയ്യാതിരിക്കുക, ഹറാമിനെ പറ്റി ചിന്തിക്കുമ്പോ എന്തോ ഒരു നാണം തോന്നുക, ഇത് ഈമാനാണ്. വൽ മിദാഉ മിനൻ നിഫാഖ്. മിദാ എന്ന് പറഞ്ഞാൽ മദി എന്ന വാക്കിൽ നിന്നാണ് മിദാ എന്ന് പറയുന്നത്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. മദി എന്ന് പറയുന്നത് മനിക്ക് പുറപ്പെടുന്നതിന് മുമ്പുള്ള ദ്രാവകമാണ്. അള്ളാഹു നമ്മുടെ ബയോളജിയിൽ അള്ളാഹു വെച്ചിട്ടുള്ള സിസ്റ്റമാണ്. അത് പക്ഷേ വികാരം തോന്നുമ്പോഴുണ്ടാകുന്ന അവസരമാണ്. വൽ മിദാഉ, അങ്ങനെ വികാരം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഒന്നിലേക്ക് ഇങ്ങനെ നോക്കുക, വൈകാരികമായി ഇങ്ങനെ ഹറാമായ വികാരം വരുന്ന രീതിയിൽ ചിന്തിക്കുക, ഇത് നിഫാഖിന്റെ ഭാഗമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ഇത് കപടവിശ്വാസത്തിന്റെ ഭാഗമാണ്. ദീൻ സോഷ്യൽ ഡിസിപ്ലിൻ പഠിപ്പിക്കുകയാണ്, സാമൂഹിക അച്ചടക്കം പഠിപ്പിക്കുകയാണ്. പക്ഷേ അല്ലാഹു തആല ഗഫൂറും റഹീമാണ്. അല്ലാഹുവിന്റെ ഭൂമിയിലെ കുല്ലു ബനി ആദമ ഖത്താ, ആദം നബി അലൈഹിസ്സലാമിന്റെ മക്കളൊക്കെ തിന്മ തെറ്റ് ചെയ്യുന്നവർ തന്നെ. വഖൈറുൽ ഖത്താഈന തവ്വാബൂൻ. സ്വഹീഹുൽ ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു സ്വഹീഹിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഹദീസ്, വഖൈറുൽ ഖത്താഈന തവ്വാബൂൻ. ഈ തെറ്റ് ചെയ്യുന്ന മനുഷ്യരിൽ മക്ക തെറ്റ് ചെയ്യുന്നവരാണ്, ഇതിൽ ഏറ്റവും നല്ലവർ അത്തവ്വാബൂൻ, അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നവരാണ്. അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുക. ഒരു നേരം തൗബയെ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ചാൽ അല്ലാഹു പുറത്തു തരും. എല്ലാ തെറ്റും അല്ലാഹു പുറത്തു തരും. എല്ലാം അല്ലാഹുവിന് പുറത്തു തരാൻ കഴിയും. അല്ലാഹു മാപ്പാക്കി തരുന്നവനാണ്. അൽ ബഗിയത്തു മിൻ ബഗായ ബനി ഇസ്രായീൽ. സ്വഹീഹുൽ ബുഖാരി, ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് രേഖപ്പെടുത്തിയ ഹദീസല്ലേ, നമുക്കൊക്കെ അറിയില്ലേ? വ്യഭിചാരിണിയായ ഒരു പെണ്ണ് ബനു ഇസ്രായീലിൽ, ആ പെണ്ണ് ദഖലത്തിൽ ജന്നത ഫീ കൽബ്, ഒരു നായയുടെ വിഷയത്തിൽ സ്വർഗത്തിൽ കടന്നു. നമ്മളൊക്കെ കേൾക്കുന്ന ഹദീസാണ്. പക്ഷെ നമ്മൾ ചിന്തിക്കാറുണ്ടോ ഇതിന്റെ ആഴത്തിൽ? ആ ഒരു പെണ്ണ് ചെയ്ത എല്ലാ തെറ്റും അവൾ മോശക്കാരിയാണ്. പക്ഷേ അവൾ അള്ളാഹുവിന്റെ മുമ്പിൽ അവൾക്കും റബ്ബിന്റെയും ഇടയിൽ ഒരു പ്രയാസവും ഇല്ല. അവൾക്ക് പശ്ചാത്താപം തോന്നിയിരിക്കാം, അവൾക്ക് ഖേദം തോന്നിയിരിക്കാം. കുറച്ചൊക്കെ ജീവിതത്തിന്റെ ആ ഒരു സൗന്ദര്യത്തിന്റെ കാലവും ആരോഗ്യത്തിന്റെ കാലമൊക്കെ കഴിഞ്ഞ പിന്നെ മനുഷ്യൻ ഇരുന്ന് ചിന്തിക്കും, എന്തേ ഇപ്പൊ ഞാൻ ചെയ്തു കൂട്ടിയത്, എന്തേ ഇപ്പൊ ഞാൻ എന്റെ ജീവിതം തൊലച്ചു കളഞ്ഞത്. ആ പെണ്ണിന് സങ്കടം തോന്നിയിരിക്കണം. അങ്ങനെ ആ പെണ്ണൊരു നന്മ ചെയ്യുക